ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റെസിപ്പിയാണ്. നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4 പേര് അപ്പുറത്ത് വരെ ഇതിൻ്റെ മണം കേൾക്കിട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മളിതിൽ അധികം മുളക് പൊടി ഒന്നും യൂസ് ചെയ്യണില്ല. കുരുമുളകൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. നല്ല നാടൻ രീതിയിലാണ് ബീഫ് വരട്ടിയത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 750 ഗ്രാം ചിക്കനാട്ടോ. 1 കിലോ തികച്ചില്ല, 750 എടുത്തിട്ടുള്ളത്. എല്ലും ഇറച്ചി ഒക്കെ കൂടിയിട്ടുള്ള ചിക്കൻ അല്ല ബീഫാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ അല്ല, ബീഫ്. എപ്പോഴും ചിക്കനായിട്ടല്ല ഉണ്ടാക്കില്ല, അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയത് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാളയാണ് ഇട്ടത്. ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് 1 കപ്പ് നിറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചുവന്നുള്ളി ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സവാളയും കൂടി എടുത്താൽ മതി. പക്ഷേ നമുക്ക് ബീഫ് വരട്ടീന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചെറിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം ഉലുവ കേട്ടോ. ഇത് എന്തായാലും ഇട്ട് കൊടുക്കണം. ഉലുവ നമ്മൾ ബീഫിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് ഉലുവ. പിന്നെ നല്ല ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കൈയായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. സ്പൂണായിട്ട് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കയ്യിലായിട്ട് ഇളക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവില്ല. നല്ല ബലം കൊടുത്ത് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. നമ്മൾ ആ ഉലുവൊക്കെ നല്ല ഞരടി അതിലേക്ക് ചേർക്കുമ്പോൾ ഈ ചെറിയ ഉള്ളിൻ്റെയും കരിവേപ്പിൻ്റെ ഇലൻ്റെയും ഈ ഉലുവൻ്റെയും ഒക്കെ കൂടി നല്ലൊരു മണം നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വരും കേട്ടോ. നമ്മളിത് വിസിൽ കേൾപ്പിക്കുമ്പോഴൊക്കെ നല്ലൊരു ബീഫിൻ്റെ ഒരു മണക്കാരം നമുക്കിതിലേക്ക് വരലിട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ബീഫ് വരട്ടിയതല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 കപ്പ് ഇട്ട്, അതിലും കൂടുതലൊന്നും ആവശ്യമില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബീഫ് ഡ്രൈ റോസ്റ്റാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമുക്ക് ആ ബീഫിൽ നിന്ന് തന്നെ ഊറി വരുന്ന വെള്ളത്തിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരട്ടിയത് ഉണ്ടാക്കുമ്പോഴാണ് ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത്. നമുക്ക് ഗ്രേവി വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നിട്ട് വിസിലടിക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ളൊരു മസാല പൊടി ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് പൊടിയല്ല, നല്ല കുരുമുളക് തന്നെ കേട്ടോ. മുഴുവനായിട്ടുള്ള കുരുമുളക് 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ടാണ് ഇത് വറുത്തെടുത്തിട്ടുള്ളത്. നല്ല ഹൈ ഫ്ലെയിമിലും ഒന്നും ഇടരുത്, പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബീഫിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ഒരു കറുത്ത കളറൊക്കെ ആയിട്ട് കേട്ടോ പിന്നെ കിട്ടൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ല സാവകാശം വറുത്തെടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ, ഒരുപാട് ടൈമൊന്നും വേണ്ട. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ വേണം. ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് എടുത്തു കൊടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ 750 ഗ്രാം ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. പിന്നെ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. നമുക്ക് ഇനി ഇത് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം വറവായി കിട്ടണം. അപ്പോൾ ഇത് നല്ലോണം വറവായിക്കണമെന്ന് അറിയാൻ ഒന്നും വേണ്ട കേട്ടോ, നല്ല മണം വരും. നമ്മളിതൊക്കെ കൂടിയിട്ട് തന്നെ നല്ല രസമുള്ളൊരു മണം വരും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലോണം വറവായി കിട്ടിയിരിക്കണം എന്നുള്ളത് കേട്ടോ. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റിൽ നമ്മൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് മെനക്കിടണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ നല്ല രുചിയിലുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. പെട്ടെന്ന് ഇടി പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചത്ര ഇതിൽ സാധനങ്ങൾ കിട്ടൂല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതിയിട്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടാറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഈ കുരുമുളക് പൊടിയൊക്കെ നല്ലോണം പൊടിയായിട്ട് കിട്ടണമല്ലോ, പെരിഞ്ചീരകം ഇട്ട് കൊടുത്തതൊക്കെ. അപ്പോൾ നല്ലോണം തണുത്തതിന് ശേഷം മാത്രം
മിക്സിൻ്റെ ജാറിലിട്ടുകാണ്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നമ്മൾ തണുത്തതല്ലേ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും അത്. അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം ഒന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നല്ലൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പിന്നെ നമ്മൾ എപ്പോൾ ബീഫ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല വെളിച്ചെണ്ണയിൽ തന്നെ മാത്രം ഉണ്ടാക്കുക. ഓയിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ, സാധാ ഓയിലൊന്നും ഇത് ഉണ്ടാക്കരുത്. നമ്മളിത് പിന്നെ വെളിച്ചെണ്ണയിൽ മാത്രം ബീഫൊക്കെ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നാലേ നമുക്ക് വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചതച്ചുകാണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ചെറിയ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുത്തുകൊണ്ട് പച്ച തക്കാളി എടുക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് എന്താ പറയുക, ഉടഞ്ഞ് കിട്ടാനുള്ളതാണ്. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നല്ലോണം പാകത്തിന് തക്കാളി വെന്ത് കിട്ടും. നമ്മളിത് ഒരുപാട് നമ്മളിങ്ങനെ ഇളക്കി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നല്ലോണം ഒന്ന് പാകത്തിന് വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കയ്യിലോ സ്പാച്ചിലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടി മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും നമ്മൾ ഈ ചാനൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനും കൂടി ഓൾ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ലൈക്കും ഒരു ഷെയറും ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടിട്ടാ. പിന്നെ അതാ ബീഫ് നമ്മൾ ചെറിയ തീയിലിട്ട് കണ്ട് തന്നെ നമ്മൾ പൊടി ഇങ്ങനെ നല്ലോണം വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ കളറ് കണ്ടില്ല, നല്ലൊരു ബ്രൗൺ കളറായി വന്നില്ല. നമ്മളെ ബീഫിൻ്റെ കളറ് ഉണ്ടാക്കി വരുമ്പോൾ ബീഫ് വരട്ടീന് ഈ കളറായിരിക്കും കേട്ടോ ഉണ്ടാവൽ. നല്ല രസമുള്ളൊരു കളറാണല്ലേ. നമ്മൾ ബീഫ് വരട്ടിയതെന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിക്ക് വരൽ ഇങ്ങനെ ഒരു കളറല്ലേ. ബീഫ് വരട്ടിയത്, ബീഫ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു കളറായിക്കാരം. നമ്മൾ ഓരോന്നിനും വ്യത്യസ്തമായിട്ട് കളറും ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കുരുമുളക് ഇങ്ങനെ വറുത്ത് ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഈ കളറ് കിട്ടുന്നത് കേട്ടോ. ഇതിനധികം നല്ലൊരു കുരുമുളകിൻ്റെ ടേസ്റ്റ് കഴിക്കാറ് കേട്ടോ ഈ ബീഫ് വരട്ടീന് വരൽ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പിന്നെ നിങ്ങളോട് ഉണ്ടാക്കി കൊടുക്കാനും പറയും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ് കേട്ടത്. പിന്നെ ഇതാ ഞാനിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള, ഞാനിവിടെ ചെറിയ രീതിയിലൊക്കെ ഞാൻ കാറ്ററിങ് നടത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇതേമാതിരി ഞാൻ നെയ്ച്ചോർക്ക് ബീഫ് വരട്ടിയതൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കൽ ഇതേ രീതിയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് കേട്ടത്. അപ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ഇങ്ങനെ കുക്കറിൽ തന്നെ വെക്കണം എന്നില്ല കേട്ടോ. നമ്മൾ ഇതൊക്കെ ചട്ടിയിൽ വെച്ചിട്ട് ഇതേപോലെ മസാല ഉണ്ടാക്കിയിട്ട് ചട്ടിയിൽ ഇട്ടിട്ട് നല്ലോണം ചെറിയ തീയിൽ വേവിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട, ഇതിൻ്റെ ഒന്നും കൂടി ഇരട്ടി കറക്റ്റ് ടേസ്റ്റ്. അപ്പോൾ പിന്നെ വിറകടുപ്പിലൊക്കെ വെക്കണവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചോക്കൊണ്ടിട്ട് ചട്ടിയിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളം തീരെ ഇല്ലയെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഒരു 3/4 കപ്പോളം നല്ല തിളച്ച ചുടുവെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് മൂടി വെക്കണത് കേട്ടോ. നമുക്ക് ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണല്ലോ വേണ്ടത്. നമുക്ക് ബീഫ് വരട്ടിയതല്ലേ, അപ്പോൾ ഇത്തിരി ഗ്രേവി വേണം. അപ്പോൾ ഞാൻ വെള്ളം ഇതിൽ വിട്ടു ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നല്ല എണ്ണയൊക്കെ അങ്ങനെ മേലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ മസാല ഒക്കെ നല്ലോണം ബീഫൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് നമ്മളെ പാകത്തിനനുസരിച്ചിട്ട് വറ്റിച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നും കൂടി ചുവന്നുള്ളിയിൽ തൂമിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ തൂമിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ തൂമിച്ച് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ തൂമിച്ചും കൂടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തൂമിച്ച് കൊടുത്തിട്ട് ഉപയോഗിച്ച് നോക്കോട്ടിട്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ വേണ്ട ആവശ്യത്തിന് ഇവിടെ പിന്നെ തൂമിക്കാനൊന്നും ടൈമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ
ഞാൻ തൂമിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ചെയ്ത് നോക്കണിട്ട്. പിന്നെ ഞാനിത് ഒരു പിടി മല്ലിൻ്റെ ഇല അതിൻ്റെ മേലെ തൂവിയിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ. അപ്പോൾ എനിക്കിതൊന്നും ഉണ്ടാക്കിയിട്ട് പുറത്തൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കിയത് കുമ്പളം കറിയും പയറുപ്പേരിയും പപ്പടും ബീഫ് വരട്ടിയതുകൊണ്ട് ആ കോമ്പിനേഷൻ ഇഷ്ടമുള്ള ആരൊക്കെ ഉണ്ട് എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് പറയേണ്ടിട്ടോ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ കേട്ടോ. കുമ്പളം കറിയും മോര് കറി വെക്കൂലെ കുമ്പളമായിട്ട്, അതും നമ്മൾ ബീഫ് വരട്ടിയതും പയറുപ്പേരിയും പപ്പടും അച്ചാറും ഒരു മുളക് പൊരിച്ചതും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ